ബാക്ക് ടു സ്റ്റൈൽ ലേണിംഗ്. ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം ഓണം എക്സാമിന് കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങൾ കാണേണ്ടത് ഓണം എക്സാമിനകത്ത് ഏറ്റവും നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടതും ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് നേടാവുന്നതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യവുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഏതാണെന്നറിയോ ചാപ്റ്റർ? നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയിലെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 4 മാർക്ക് വരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ് നമുക്ക് നോക്കാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. മക്കളെ, ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രധാനമായും മൗര്യൻ ആർമിയെ കുറിച്ചാണ് ചോദ്യം. ഇതാണ്: ദ മൗര്യൻ ആർമി വാസ് ഹാഡ് 5 ഡിവിഷൻസ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൗര്യൻ ആർമി? പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് പ്രധാനമായിട്ട് കാണുന്നതാണ്. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവ ഏതൊക്കെ? സൈന്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ, നിർബന്ധമായി പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കാം ഏതൊക്കെയാണ് മൗര്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ ഡിവിഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. മക്കളെ, നിങ്ങൾ നോക്ക്, 5 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും മൗര്യൻ ആർമി എന്ന് പറഞ്ഞാൽ 5 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, ഒരു യുദ്ധത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആര് വേണം? ഇൻഫൻട്രി വേണം, കാലാൾപ്പട വേണം. അതാണ് ഒന്നാമത്തത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആരാണ് മക്കളെ? പ്രധാനമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇൻഫൻട്രി ആണ്, കാലാൾപ്പടയാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം മൗര്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട കാലാൾമാരുണ്ടായിരുന്നു. രണ്ടാമത് നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ടും കാലാൾപ്പടയ്ക്ക് കൂടെ തന്നെ കുതിരപ്പടയുണ്ടായിരുന്നു, കാവൽറി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? കുതിരപ്പടയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാവൽറി, നിങ്ങൾക്ക് ഇൻഫൻട്രിയെ കാണാം, അതുപോലെ തന്നെ കുതിരപ്പടയെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യെസ്, കുതിരപ്പട, ഇവിടെ കുതിരപ്പടയുണ്ട്. ഓക്കെ, മൂന്നാമത്തെ നിങ്ങൾ മക്കളെ മനസ്സിലാക്കേണ്ടത് ചാരിയോട്സ് ആണ്. ചാരിയോട്സ് മീൻസ് തേരാണ്, തേരിലാണ് അത് വരുന്നത്, മൂന്നാമത് വരുന്നത്. അപ്പൊ തേർഡ് വൺ നിങ്ങൾ നോക്ക്, ചാരിയോട്സ് അല്ലെങ്കിൽ തേരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നോക്ക്, തേരാണ്, തേര് തെളിച്ചുകൊണ്ട് ഇതുപോലെ യുദ്ധത്തിന് ഒരു പട ഉണ്ടായിരുന്നു. ഇനി നാലാമത്തെ നിങ്ങൾ മക്കളെ നിങ്ങൾ കാണണം, എലിഫന്റ് ആണ്. ഈ പറയുന്ന ഗജസേനയായിരുന്നു, എലിഫന്റ് ആണ്. എലിഫന്റിന് അടങ്ങിയിട്ടുള്ള ഒരു സേന നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നാലാമത്തതാണ് എലിഫന്റ് അല്ലെങ്കിൽ ഗജസേന. 5ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മക്കളെ നേവിയാണ്. പ്രധാനപ്പെട്ട നേവിയാണ് ഇത് 5ാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നാവികസേനയാണ്. അപ്പൊ മക്കളെ നിങ്ങൾ നോക്ക്, മൗര്യന്മാരുടെ പ്രധാനപ്പെട്ട ആർമി എന്ന് പറഞ്ഞാൽ 5 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വി ക്യാൻ സീ ദ 5 ഡിവിഷൻസ് ഓഫ് മൗര്യൻ ആർമി. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്കറിയാം ഇൻഫൻട്രി ആണ്, കാലാൾപ്പടയാണ്. സെക്കൻഡ് വൺ കാവൽറി ആണ്, കുതിരപ്പടയാണ്. തേർഡ് വൺ ചാരിയറ്റ്സ് അല്ലെങ്കിൽ തേരാണ്. ഫോർത്ത് വൺ നിങ്ങൾ നോക്ക്, ഗജസേനയാണ് അല്ലെങ്കിൽ എലിഫന്റ്സ് ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വൺ നേവിയാണ് അല്ലെങ്കിൽ നാവികസേനയാണ്. ഇനി മക്കളെ, എന്തായിരുന്നു ഇതിന്റെയൊക്കെ പ്രത്യേകത? ഇതിനൊക്കെ ആരായിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്? മക്കളെ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഒരു 30 അംഗങ്ങളുള്ള ഒരു സമിതിയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ പ്രധാനമായിട്ട് കാണുന്നുണ്ട് സൈനിക ഭരണത്തിന്റെ ചുമതല. പ്രധാനമായിട്ടും സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള ഒരു സമിതിയാണ് നിർവഹിച്ചത്. അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ കണ്ടത് അതൊരു കമ്മിറ്റി ആയിരുന്നു. സോ ദ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വാസ് ക്യാരിഡ് ബൈ ഔട്ട് ഓഫ് 30 മെമ്പേഴ്സ് കമ്മിറ്റി. ഒരു 30 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു അല്ലെങ്കിൽ സമിതിയായിരുന്നു പ്രധാനമായിട്ടും ഇതിന്റെയൊക്കെ ചുമതല വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും മൗര്യൻ ആർമിയെ കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കണം, നിർബന്ധമായി പഠിച്ചു വെച്ചോളാം. ഈ ചോദ്യം എന്തായാലും ചോദിക്കും. നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ടും ഒരു 4 മാർക്സിന് വരെ എന്ത് ചെയ്യാം ചോദ്യം വരാം. ഒരു 4 മാർക്കിന് എന്ത് ചെയ്യും നിർബന്ധമായിട്ടും ഈ പറഞ്ഞ മൗര്യൻ ആർമിയെ കുറിച്ച് 4 മാർക്കിന് എന്തായാലും മൗര്യൻ ആർമിയെ കുറിച്ച് ചോദ്യം വരും. നിർബന്ധമായും പഠിച്ചു വെക്കുക. സോ എല്ലാ ആൾക്കാരും എക്സാമിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു. കാണാം മക്കളെ.